നമസ്കാരം. കഴിഞ്ഞ കുറേ നാളുകളായി മധ്യേഷ്യയിൽ ഒരു യുദ്ധത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടാൻ തുടങ്ങിയിരുന്നു. ഇന്ന് ആ യുദ്ധം ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് രാവിലെ തന്നെ ഏതാണ്ട് 9 മണിയോടുകൂടിയാണ് അവിടെ യുദ്ധം ആരംഭിച്ചത്. അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ടെഹ്റാനിൽ ആക്രമണം നടത്തുകയായിരുന്നു. ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ ആക്രമണം നടത്തുകയായിരുന്നു. ആ ആക്രമണത്തിൽ ഇറാൻ്റെ സുപ്രധാന കേന്ദ്രങ്ങളിൽ ആക്രമണം നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇറാൻ്റെ സൈന്യത്തിൻ്റെ ചീഫ് കമാൻഡർ ഉൾപ്പെടെയുള്ളവർ കൊല്ലപ്പെട്ടു എന്ന വിവരമുണ്ട്. മാത്രമല്ല, അയത്തുള്ള ഖമേനി, അതായത് ഇറാൻ്റെ പരമോന്നത ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനിയുടെ ഓഫീസിൻ്റെ ഏറ്റവും അടുത്താണ് ഈ ആക്രമണം നടത്തിയത് എന്ന് പറയപ്പെടുന്നു. നിരവധി സ്ഥലങ്ങളിൽ ഒരുമിച്ച് ആക്രമണം നടത്തുകയായിരുന്നു. അമേരിക്കയുടെ പടക്കപ്പലിൽ നിന്ന് മിസൈലുകൾ ഉപയോഗിച്ചിട്ടാണ് രാവിലത്തെ ആക്രമണം നടന്നത്. ഇതിന് മറുപടിയായി ഇറാൻ്റെ ആക്രമണമുണ്ടായി. എന്നാൽ ഇറാൻ ആക്രമിക്കുന്നത് ഇസ്രായേലിനെയും അതോടൊപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെയുമാണ്. ഖത്തർ, അതുപോലെ തന്നെ ബഹ്റൈൻ, കുവൈറ്റ്, അബുദാബി, ഇങ്ങനെയുള്ള സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങളെയാണ് ഇന്ന് ഇറാൻ ആക്രമിച്ചത്. മിസൈലുകളും അതുപോലെ തന്നെ ഡ്രോണുകളും ഉപയോഗിച്ചാണ് ഇറാൻ ആക്രമണം നടത്തിയത്. അതിൻ്റെ കാരണമായി പറയപ്പെടുന്നത് ഈ രാജ്യങ്ങളിലാണ് അമേരിക്കയുടെ സേനാ താവളങ്ങളുള്ളത്. അമേരിക്കൻ സേനാ താവളങ്ങളെയാണ് തങ്ങൾ ലക്ഷ്യം വയ്ക്കുന്നത് എന്നാണ് ഇറാൻ പറയുന്നത്. എങ്കിലും ഗൾഫ് രാജ്യങ്ങളിൽ ഇങ്ങനെ ആക്രമണം നടത്തിയാൽ ഈ ഗൾഫ് രാജ്യങ്ങളും ഇന്ത്യ അടക്കമുള്ള ഇത് നേരിട്ട് ബാധിക്കാൻ സാധ്യതയുള്ള മറ്റു രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഈ യുദ്ധം ഒഴിവാക്കും എന്നൊരു ധാരണയും ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നീക്കത്തിന് പിന്നിൽ, ഇറാൻ്റെ നീക്കത്തിന് പിന്നിൽ ഉണ്ടാകാം. എന്തായാലും ഈ യുദ്ധം ഇപ്പോൾ നടക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ ആക്രമണം തന്നെ നടക്കുന്നുണ്ട്. ഇറാൻ്റെ ടെഹ്റാൻ കേന്ദ്രീകരിച്ചുകൊണ്ട് രണ്ടാം ഘട്ട ആക്രമണം, ശക്തമായ ആക്രമണം അമേരിക്കയും ഇസ്രായേലും ആരംഭിച്ചു ഈ സമയത്ത് എന്നാണ് ലഭിക്കുന്ന സൂചന. ആത്മീയ നേതാവ് അയത്തുള്ള ഖമേനിയുടെ കൊട്ടാരമടക്കം തകർന്നു എന്ന റിപ്പോർട്ടുകൾ, സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് വരുന്നുണ്ട്. എന്തായാലും ഈ ആക്രമണം മധ്യേഷ്യയെ സംബന്ധിച്ചിടത്തോളം അതിനെ വളരെയധികം സംഘർഷഭരിതമാക്കിയിട്ടുണ്ട്. ഈ സാഹചര്യങ്ങളെ വളരെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് യുദ്ധം നടക്കുന്ന ഈ മേഖലയിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ 85,000-ഓളം ഇന്ത്യൻ വംശജരുണ്ട്. എങ്കിലും ഇവരെല്ലാം ജൂതന്മാരാണ്. അവർ ഇസ്രായേലി പൗരന്മാരാണ്, അവിടുത്തെ സ്ഥിര താമസക്കാരാണ്. എന്നാൽ അതിനു പുറമെ ഏതാണ്ട് 20,000-ഓളം ഇന്ത്യക്കാർ ഇസ്രായേലിൽ ജോലി ചെയ്യുന്നുണ്ട്, വിദ്യാർത്ഥികളായിട്ടുണ്ട്. മാത്രമല്ല, ഇറാനെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ 10,000-ഓളമാണ് ഇന്ത്യക്കാരുടെ അവിടുത്തെ സംഖ്യ. ഇവരെല്ലാം ഭൂരിഭാഗവും വിദ്യാർത്ഥികളാണ്. ഏതാണ്ട് 6,000-ഓളം പേർ വിദ്യാർത്ഥികളാണ്. കുറച്ച് പേർ അവിടെ പണിയെടുക്കുന്നവരുമുണ്ട്. ഗൾഫ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ലക്ഷക്കണക്കിന് ഇന്ത്യക്കാരാണ് അവിടെ ജോലി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയധികം ആളുകളെ ഒഴിപ്പിക്കുക എന്നുള്ളത് ഇപ്പോൾ പ്രായോഗികമല്ല. പക്ഷേ ഒഴിപ്പിക്കുന്നതിനെക്കുറിച്ച് ഇന്ത്യ വളരെ കൃത്യമായ ചില ആലോചനകൾ നടത്തുന്നുണ്ട്. അത് തൽക്കാലം ഇസ്രായേലിൽ നിന്നാവില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ കൃത്യമായ വ്യോമ പ്രതിരോധ സംവിധാനമുണ്ട്. ഇവർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എപ്പോഴും മാതൃകയാക്കുന്നത് അല്ലെങ്കിൽ ഒത്തുനോക്കുന്നത് കഴിഞ്ഞ ജൂണിൽ നടന്ന ആക്രമണത്തെ സംബന്ധിച്ചായിരിക്കും. ഇസ്രായേലും ഇറാനും തമ്മിൽ കഴിഞ്ഞ ജൂണിൽ ഏതാണ്ട് 10-12 ദിവസത്തോളം നീണ്ട യുദ്ധമുണ്ടായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്കാരെ അത് വളരെ വലിയ രീതിയിൽ ബാധിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം അവിടെ നിന്ന് അവരുടേതായ മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യയിലേക്ക് എത്താൻ ഇന്ത്യ ആവശ്യപ്പെട്ടതേ ഉള്ളൂ. ഒഴിപ്പിക്കൽ നടപടി വേണ്ടി വന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇസ്രായേലിൽ നിന്നുള്ള ഒരു ഒഴിപ്പിക്കലിനെ കുറിച്ച് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ചിന്തിക്കാൻ സാധ്യതയില്ല. ഇറാനിൽ നിന്നായാൽ പോലും ഒഴിപ്പിക്കൽ അത്ര വ്യാപകമായി നടത്താൻ സാധ്യതയില്ല. ഇറാനിലെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതമായി അവരവരുടെ വീടുകളിൽ കഴിയുക എന്ന ജാഗ്രതാ നിർദ്ദേശം മാത്രമായിരിക്കും ഇന്ത്യ നൽകുക. അതിന് പിന്നിലൊരു കാരണമുണ്ട്. കാരണം എന്നത് വ്യാപകമായി കാടടച്ചുള്ള ആക്രമണം അമേരിക്കയോ ഇസ്രായേലോ ഇത്തവണ ഇറാനിൽ നടത്താനുള്ള സാധ്യത കുറവാണ്. കാരണം അവിടെ പൊതുജന പ്രക്ഷോഭം നടക്കുകയാണ്, സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം നടക്കുകയാണ്. ജനങ്ങളെ, ഈ പ്രക്ഷോഭകാരികളെ അമേരിക്കയും ഇസ്രായേലും പിന്തുണയ്ക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ജീവന് ഭീഷണിയാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ നടത്തില്ല. പകരം ഭരണകൂടത്തിനും സേനാ കേന്ദ്രങ്ങൾക്കും നേരെയുള്ള ഒരാക്രമണമായിരിക്കും നടത്തുക എന്ന് വ്യക്തമാണ്. അയത്തുള്ള ഖൊമേനിയെ ജീവനോടെയോ ഇല്ലാതെയോ പിടികൂടുക എന്നത് തന്നെയായിരിക്കും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഇത്തവണത്തെ ലക്ഷ്യം. അതുകൊണ്ട് സിവിലിയൻ കാഷ്വാലിറ്റീസ് പരമാവധി ഒഴിവാകാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഒരു സ്കൂൾ കെട്ടിടത്തിലടക്കം
ആക്രമണം നടന്നു എന്ന വാർത്ത വരുന്നുണ്ട്. പക്ഷേ അവിടെ ഹമാസിൻ്റെ കേന്ദ്രമായിരുന്നു എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. എന്തായാലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇപ്പോൾ പുരോഗമിക്കുമ്പോൾ ഇറാനിലെ ഇപ്പോൾ പെട്ടെന്ന് തന്നെ വ്യോമപാതകളെല്ലാം അടച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഉടൻ ഒരു ഒഴിപ്പിക്കൽ എന്തായാലും നടത്താൻ സാധ്യതയില്ല. പക്ഷേ വ്യോമപാത തുറന്നു കിട്ടുമ്പോൾ പരമാവധി സുരക്ഷിതരായി ഇന്ത്യയിലേക്ക് മടങ്ങാനായിരിക്കും ഇന്ത്യ ഗവൺമെൻറ് അവരുടെ പൗരന്മാർക്ക് നിർദ്ദേശം നൽകുക. തൽക്കാലം സ്ഥിതിഗതികൾ സസൂക്ഷ്മം നിരീക്ഷിച്ച ശേഷം മാത്രം മതി ഒഴിപ്പിക്കൽ എന്ന തീരുമാനത്തിലാണ് ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം. ഗൾഫ് മേഖലകളെ സംബന്ധിച്ചിടത്തോളമാണ് എങ്കിൽ ഈ ഒഴിപ്പിക്കൽ ഏറെക്കുറെ അസാധ്യമാണ്. കാരണം നേരത്തെ പറഞ്ഞതുപോലെ ലക്ഷക്കണക്കിന് ആളുകളാണ് അവിടെയുള്ളത്. അവർ സ്വാഭാവികമായി ഇന്ത്യയിലേക്ക് തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അത്രത്തോളം ഒന്നും യുദ്ധം അതേ രീതിയിലേക്ക് കടന്നിട്ടില്ല. ഏറെ നാൾ യുദ്ധം നീണ്ടുപോകുമെന്നും ആരും വിചാരിക്കുന്നില്ല. എന്തായാലും ഇറാന് പിടിച്ചു നിൽക്കാൻ ഒരു സമയമുണ്ടാകും. അത്ര സമയം മാത്രമേ ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. ഒറ്റപ്പെട്ട ഒരു രാജ്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലും അമേരിക്കയും ആക്രമിക്കുമ്പോൾ എത്ര സമയം ഇറാന് പിടിച്ചു നിൽക്കാൻ സാധിക്കും എന്നതാണ് ഇപ്പോൾ ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ പരിശോധിക്കുക. അതുവരെ പൗരന്മാരെ സുരക്ഷിതമായി ഈ യുദ്ധമേഖലയിൽ തന്നെ തുടരാൻ തന്നെയായിരിക്കും ഇന്ത്യ നിർദ്ദേശം നൽകുക. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. ബ്രോട്ട് യു ബൈ കേരള എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി. HIV എയ്ഡ്സ് സംബന്ധമായ സംശയങ്ങൾക്ക് 1097 എന്ന 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കുക. വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാറുണ്ടല്ലോ. HIV സ്റ്റാറ്റസോ HIV പിടിപെടാനുള്ള സാഹചര്യങ്ങളിൽ കൂടി അറിഞ്ഞോ അറിയാതെയോ കടന്നു പോയിട്ടുണ്ടാവാം. എന്ത് തന്നെയായാലും മുൻകൂട്ടി പരിശോധിച്ച് HIV സ്റ്റാറ്റസ് അറിയൂ. സൗജന്യ HIV പരിശോധനയും കൗൺസിലിങ്ങും ആരോഗ്യ കേന്ദ്രങ്ങളിൽ പ്രവർത്തിക്കുന്ന ICTC അഥവാ ജ്യോതിസ് കേന്ദ്രങ്ങളെ സമീപിക്കുക. നിങ്ങളുടെ സ്റ്റാറ്റസ് എന്തായാലും വിവരങ്ങൾ രഹസ്യമായി സൂക്ഷിക്കുന്നതായിരിക്കും.